എൻ്റെ അന്നത്തെ പ്രണയം വെറുതെ എഴുതിയ നെഞ്ചിനുള്ളിൽ നീയാണ്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്. താജുദ്ദീൻ എന്നുള്ളൊരു പാട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ജോലി ചെയ്തേനെ, അല്ലെ എന്തായേനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്ത് ജോലിയും ചെയ്യാനുള്ള മടിയില്ല, മനസ്സുണ്ട് എനിക്ക്. കൽബാണ് ഫാത്തിമയിൽ ഒരു സീനുണ്ട്, ഏഴാം കടലിനടിയിൽ ഒളിച്ച്. സത്യത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലേ. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് മദ്യപിക്കാറുണ്ടായിരുന്നു. സജിയേട്ടൻ ഡയറക്ടർ, താജുദ്ദീൻ എവിടെ താജ്. അപ്പോൾ ഞാൻ പഠിച്ചോനെ, അങ്ങനെ എൻ്റെ കോലം കെട്ടത് മൂപ്പർക്കും മനസ്സിലായി ഏകദേശം. മണിക്കൂട്ടിന് വേണ്ടി രണ്ടുപേർക്ക് പാടാവോ? രണ്ടുപേരെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം. ഈ ഒരു പാട്ടില് ഇക്ക അത് പാടുന്നു, ആളുകൾ ഏറ്റെടുക്കുന്നു. എന്നാലും ഇക്കയ്ക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട വരികൾ ഏതായിരിക്കും ആ ഒരു പാട്ടില്? ഈ പാട്ടില് ഇപ്പം നെഞ്ചിനുള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഏഴാം കടലിലായിരിക്കാം. അങ്ങനെ ഒരു വരികൾ ചോദിച്ചാൽ ഏതായിരിക്കും പറയാൻ പറ്റുന്നേ? ഇല്ല, എനിക്ക് എല്ലാ വരികളും ഇഷ്ടമാണ്. എന്നാലും മനസ്സിനെ കൂടുതൽ തട്ടുന്നേ ആ സമയത്ത് ഉള്ള സാഹചര്യത്തിൽ, എൻ്റെ ആ സമയത്ത് ആ പ്രായത്തിൽ ഞാൻ അത് എഴുതിയ, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷനിൽ, അപ്പോൾ അത് എഴുതാൻ കാരണമായ സിറ്റുവേഷനിൽ, ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലെ. ആ വരി. ഓക്കെ. ഈ പൂമീൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ, ചില നാടുകളിൽ പൂമീൻ വലിയ മീനാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെറിയ കാലത്ത് സ്കൂൾ വിട്ട് മീനൊക്കെ പിടിക്കാൻ പോകുന്ന ഈ കുളത്തിൽ നിന്ന് വരുന്ന ഒഴുക്കുണ്ട്, അതിലുള്ള ചെറിയ മീനുകളൊക്കെ ചെറിയൊരു സെൻട്രൽ നിന്ന് വെളുത്ത വരയുള്ള ഒരു പൂമീൻ എന്ന് പറഞ്ഞാൽ ചെറിയ മീനാണ്. അതിനെ കാണാൻ തന്നെ പണിയാണ്. അതിനെ പിടിച്ച് കുപ്പിയിലൊക്കെ ഇട്ട് നമ്മൾ ആസ്വദിക്കും. അപ്പോൾ ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും അത്രയും ദൂരത്തിൽ ആഴക്കടലിൽ ഒളിച്ച് ഇത്രയും ചെറിയ മീനായിട്ടുള്ള കണ്ടു കിട്ടൂലല്ലോ, കടലിൻ്റെ അടിയിലാണല്ലോ, അവിടെ ആയാലും ഞാൻ നിന്നെ തേടിയെത്തുന്നത്. അങ്ങനെ തേടിയെത്തണമെങ്കിൽ ഒരു ജീവിതാനുഭവം കാണത്തില്ലേ? കാരണം എഴുതുന്ന ഓരോ വരികളും അനുഭവങ്ങളല്ലേ? എൻ്റെ ജീവിതാനുഭവം തന്നെയാണ് ആ പാട്ടൊക്കെ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ട നമ്മൾ. അതൊരു കഴിഞ്ഞ കാലത്തിൽ കൂടുതൽ പറയണ്ടെങ്കിലും രണ്ട് വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? രണ്ട് വാക്കിൽ പറഞ്ഞാൽ ജന്മപുണ്യം. ആ വർക്ക് ദൈവം തമ്പുരാൻ എനിക്ക് തന്ന ജന്മപുണ്യമാണ്. അതിനപ്പുറമൊന്നുമില്ല, പുണ്യമാണ് എനിക്ക് തന്ന എൻ്റെ പുണ്യം. ഈ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കും. മറുപടി കൊടുക്കാൻ അധികം നിൽക്കാറില്ല. കാരണം കമൻറ്റ് കുറേ ആൾക്കാർ നല്ല കമൻറ്റ് ചെയ്യും, ചില ആൾക്കാർ ഒരു 400 പ്രാവശ്യം നമ്മൾ അവരെ പണിയാക്കേണ്ട തരത്തിൽ ഉള്ള വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ആസ്വദിക്കും, ആരെന്ത് പറഞ്ഞാലും. എൻ്റെ സ്നേഹിതന്മാരുടെ മുമ്പിൽ നിന്ന് വികാഷ് എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതൻ്റെ മുമ്പിൽ നിന്ന് എന്നെ വെല്ലുവിളിച്ചതാണ്. പാൽ നീല പുഞ്ചിരി, ഇതേപോലൊരു പാട്ട് നിനക്ക് ക്രിയേഷൻ ചെയ്യാൻ പറ്റുമോ? വികാഷ് എറണാകുളത്ത് നിന്ന് അഫ്സൽക്കാരൊക്കെ വെച്ച് ഒരു പാർക്കൊക്കെ ചെയ്തു, സാമ്പത്തികമായിട്ടൊക്കെ ഫെയിലായിരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതനും കൂടെയാണ് വടകര, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ചഞ്ചലിൻ്റെ ജ്യേഷ്ഠനാണ്. റിയാനിലൊക്കെ ഉണ്ടായിരുന്ന ചഞ്ചൽ, ആ ചഞ്ചൽ ബായുടെ ജ്യേഷ്ഠനാണ് വികാഷ്. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, ഞാൻ ജോലി ചെയ്യുന്ന റെഡിമെയ്ഡ് ഷോപ്പിൽ സൂപ്പർ ഗോൾഡ്, അല്ലെങ്കിൽ എൻ്റെ മുതലാളിയുടെ വേറെ ഹോളി മെൻസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പാർട്ടീസ് ഒന്നും ഇല്ലാത്തപ്പോൾ വരുമ്പോൾ ഞാൻ ഈ ഷർട്ടിൻ്റെ അടിയിലുണ്ടാകുന്ന കാർഡ്ബോർഡ് ഭാഗമുണ്ട്, അതിൻ്റെ മേലെ ലാലേട്ടനെ വരക്കും, ഇങ്ങനെ ഓരോ ചിത്രം വരക്കും വെറുതെ. അപ്പോൾ വികാഷ് പറഞ്ഞ ഈ ഓർമ്മയിൽ എൻ്റെ അന്നത്തെ പ്രണയം വെറുതെ എഴുതിയ നെഞ്ചിനുള്ളിൽ നീയാണ്. ബിക്ക് പറയുകയുണ്ടായി, ആ ഒരു നെഞ്ചിനുള്ളിൽ നീയാണ് എഴുതാൻ കാരണം ഒരു വെല്ലുവിളിയാന്ന് പറയുകയുണ്ടായി. ആ ഒരു മൊമെന്റ് എന്തുവായിരുന്നു? വെല്ലുവിളി എൻ്റെ പട്ടിണി, എൻ്റെ ദാരിദ്ര്യം. എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസർ, ഞാൻ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളെ കിട്ടിയല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വർക്ക് കൂടി ഞാൻ വീണ്ടും ഞാൻ ഗൾഫിൽ പോയി 2 തവണ അവിടെ നിൽക്കാതെ വന്നതൊക്കെ എനിക്ക് ഇവിടെ എൻ്റെ കലാകാരനെ ഇവിടെ നിൽക്കണം, ഏതെങ്കിലും സിനിമയിൽ ചെറിയ വേഷം,
ആഗ്രഹങ്ങൾ ആർക്കും ആഗ്രഹിച്ചൂടെ? അതെ. ഞാൻ ഭയങ്കര കഴിവുള്ള ആളാന്ന് വിചാരിച്ചാൽ മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അത്യാവശ്യം എനിക്ക് കഴിവുണ്ട്, എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടും, അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ളൊരു ചിന്താഗതി. ഒരു സ്ഥലത്ത് ഒരു ഇൻഫ്രെയിമിൽ ഒരു അക്യൂറൻ ലൈഫ് ജീവിതം എനിക്ക് ഇഷ്ടമില്ല. ഒരു കടയിൽ തന്നെ കുറേ കൊല്ലം നിൽക്കുക, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് ഒരു ഏരിയയിൽ നിൽക്കുക, അങ്ങനെ കെട്ടിക്കിടക്കുന്ന എനിക്ക് ഇഷ്ടം. റോബോട്ടായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. സ്വതന്ത്രനായിരിക്കണം. ആ ഒറ്റ ജന്മല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഈ ആരെങ്കിലും ഒക്കെ ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം ആ ഒരു പാട്ടിലൂടെ ഞങ്ങൾക്ക് പ്രണയിക്കാൻ തോന്നി, അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സ്നേഹിതർ പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ ഇന്നും മനസ്സിലുള്ള എന്തായിരിക്കും വാക്കുകൾ? അല്ല, എനിക്ക് അങ്ങനെ ഒരു സംഗതിയായിട്ട് എടുത്ത് പറയാനുള്ളൊരു സംഗതിയല്ല. അതായത് കുറേ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ, കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ആൾക്കാർ ഇന്നും ഗൾഫ് നാടുകളിലൊക്കെ പോയി ഭാര്യ, മക്കൾ, ഇങ്ങനെ ചെറിയ കുഞ്ഞുമക്കൾ, ചിലപ്പോൾ 17 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടാവും. തജുക, നിങ്ങളെ കേസറ്റ് നിങ്ങളെ ആൽബമാണ് കേട്ടോ ഞങ്ങളെ ഈ കാണുന്ന ഫ്രെയിമിന് കാരണം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു, പക്ഷേ ഞങ്ങളെ ലവ് ലെറ്ററിന് പകരം നിങ്ങൾ കൽബാണ് ഫാത്തിമ ആൽബം കേസറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഡീപ്പായിട്ടുള്ള ബന്ധങ്ങൾക്കെല്ലാം നിങ്ങളെ വർക്ക് കാരണമായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. അത് പറയാനൊരു മനസ്സ് വേണം. ഒരു കേസറ്റ്, ഒരു ആൽബം കാമുകിക്ക് പണ്ട് കൊടുത്തുകൊണ്ടാണ് അവരുടെ ലൈഫിലെ ബന്ധങ്ങൾ ദൃഢമായതെന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അവർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, എന്തൊരു സന്തോഷമായിരിക്കും അത്. അവരെ നല്ലൊരു ലൈഫിൻ്റെ ഭാഗമാകാൻ നമ്മളെവിടെയോ ആശകൾ വെച്ച് ജീവിക്കാൻ വേണ്ടി വെച്ച കുറച്ച് വരികളും ട്യൂണും ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യമല്ലേ? അതെ, അത്രമാത്രം. അങ്ങനെ സന്തോഷിക്കാറുണ്ട്. നെഞ്ചിനുള്ളിൽ നീയാണ് പാട്ട് ഹിറ്റായില്ലായിരുന്നെങ്കിൽ, താജുദ്ദീൻ എന്നുള്ളൊരു പാട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ജോലി ചെയ്തേനെ, അല്ലെ എന്തായേനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഞാൻ 2 കാര്യം പറയാം. എന്ത് ജോലിയും ചെയ്യാനുള്ള മടിയില്ല, മനസ്സുണ്ട് എനിക്ക്. ഇപ്പോൾ നിർവഹമില്ലെങ്കിൽ ഒരു സേഫ്റ്റി ടാങ്ക് വൃത്തിയാക്കണ ഒരാൾ വിളിച്ചാൽ പോലും ഞാൻ അന്തസ്സോടെ പണിക്കായിട്ട് പോകും. എനിക്ക് അതിൽ ഒരു മടിയില്ല. പണി എന്തെടുക്കാൻ, അത് അന്നും ഇന്നും. ഈ കൊറോണ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഈ കെട്ടിൻ്റെ പണി, ഈ വീട് നിർമ്മാണത്തിൻ്റെ പണിക്കൊന്നും ഇപ്പോൾ എൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള ചങ്ങായിമാരോട് ഇവിടെ എന്നെയും കൂട്ടും, എൻ്റെ ശരീരമെങ്കിലും നന്നാവുമല്ലോ, എന്നെ കൂട്ടുന്നില്ല. നീ വന്നാൽ ശരിയാണ്, നീ പോപ്പുലറായിട്ടുള്ള ആളാണ്. എനിക്കതിൽ മടിയില്ല. ഞാൻ അങ്ങനെ പണിയെടുത്ത് വന്ന ആളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ പഠിച്ചവനാകുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് എന്താണ് എൻ്റെ ജനനം മുതൽ മരണം വരെ എഴുതി വെച്ചെന്ന് ഞാനറിയില്ല. അതെനിക്ക് കിട്ടും. പക്ഷേ ഞാൻ ഈ ഫാത്തിമ എന്ന് പറയുന്ന അനുഗ്രഹം ദൈവം തന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടാവണമെന്നായിരുന്നു. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ശരീരത്തിൽ എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുവകകൾ കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ 19ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാതിരുന്ന ചില ദുശീലങ്ങൾ, ഞാൻ നശിച്ചു പോകേണ്ടിരുന്ന ചില ദുശീലങ്ങൾ 19 വർഷമായി, 18 വർഷം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലില്ല. നിർത്തി? കാരണം നിർത്തിയെന്നല്ല, തൗബ ചെയ്താണ്. ഞാൻ തൗബ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണം പോകുന്നവരെ ഉപയോഗിക്കത്തില്ല. ഞാനെനിക്ക് പറയുന്നതിനൊരു മടിയോ ഒരു കുറവില്ല. ഞാൻ അന്ന് ഫാത്തിമ പാടുന്നതിന് മുമ്പേയുള്ള ശീലമാണ്. ഈ ഫാത്തിമ എന്ന് പറയുന്ന ആൽബത്തിൽ തന്നെ നിങ്ങൾക്കൊരു സീന്, ഇതൊന്നും പറയാൻ എനിക്ക് ഒരു മടിയില്ല. എന്താണെന്നറിയാം, എനിക്കറിയുന്നത് ദൈവത്തിനറിയുന്നത് മറ്റുള്ളവർക്ക് അറിഞ്ഞില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കലാകാരനെ നിങ്ങൾ പറഞ്ഞ കൽബാണ് ഫാത്തിമ ഉണ്ടാക്കിയ മാറ്റാ പറഞ്ഞു. ഞാനൊരു വാദവ് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വേറെയുള്ള പ്രഭാഷണം കേട്ടിട്ടോ, വാദവും പ്രഭാഷണമൊക്കെ നല്ല തന്നെ, ഞാൻ നന്നായത് എനിക്ക് പടച്ചോ തന്ന അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി ഓർമ്മിച്ചിട്ട്. കൽബാണ് ഫാത്തിമയിൽ ഒരു സീനുണ്ട്, നൈറ്റ് മൂഡ്. ഒരു മരത്തിൻ്റെ മേലെ ചാരി നിന്നിട്ട് ഇത്രയാണ്: 7ാം കടലിനടിയിൽ ഒളിച്ച്. സത്യത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. എനിക്ക് പാക്കപ്പ് എന്ന് പറയുന്ന സംഗതി അറിയില്ല വർക്കിൻ്റെ. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് മദ്യപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ സെറ്റിൽ എൻ്റെ പെങ്ങന്മാരും മരുമക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ പോയി കഴിയട്ടെ എന്ന് വെച്ച് ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വിചാരിച്ച് പുറത്ത് പോയപ്പോൾ ഈ ഓഡിയോസിൻ്റെ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡ്രൈവർ പറഞ്ഞു, അളിയാ പൈസ വേണം, എന്താ വേണമെങ്കിൽ ഞാൻ തരാം, ഞാൻ രാവിലെ തൊട്ടേ ബന്ധുക്കളെല്ലാം ഉള്ളതുകൊണ്ട് ഷൂട്ട് കഴിഞ്ഞ്, പ്ലീസ് ഇത്രയും ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡ്രൈ ആയിട്ട് ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാലഘട്ടത്തെ കുരുത്തക്കേടിനെ ബ്രൈറ്റ് ചെയ്യിക്കുന്നതല്ല.
ഞാൻ നന്നായ കാര്യം പറയാം, ഒരു വർക്ക് പഠിച്ചോനെ ഓർത്തിട്ട്, എനിക്ക് പഠിച്ചോൻ തന്ന അനുഗ്രഹം ഓർമ്മിച്ചിട്ട്. ഇത് ഞാൻ ഇപ്പോൾ ആരുടെയും മറച്ചു വെച്ചാൽ ഞാൻ അന്ന് ചെയ്ത് ഇല്ലാതാവോ? ഇല്ലല്ലോ. പക്ഷെ ഇത് ആളുകൾക്കൊക്കെ ഒന്നും അറിയത്തില്ലല്ലേ? അറിയാം. എൻ്റെ പഴയ കാലമെല്ലാം ഞാൻ ഫ്ലവേഴ്സ് TV-യിലായിക്കോട്ടെ, അങ്ങനെ ഞാൻ വലിയ ആളെന്നില്ല. എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിങ്ങൾ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞൂടെ? ഞാനെന്തിനാ കാപട്യത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം? നിങ്ങൾ ചോദിച്ചില്ല അതിൻ്റെ കുണ്ടുണ്ടായ മാറ്റം എന്താണ്? ആ സമയത്ത് വീണ്ടും സജിയേട്ടൻ ഡയറക്ടർ താജുദ്ദീൻ എവിടെ താജ് അപ്പോൾ ഞാൻ പഠിച്ചോനെ, അങ്ങനെ എൻ്റെ കോലം കെട്ടത് മൂപ്പർക്കും മനസ്സിലായി ഏകദേശം. ഞാൻ അവിടെ ഇരുന്ന് ആ വീട്ടിൻ്റെ പയ്യോളിയിൽ ആ ഷൂട്ടിങ്ങിൻ്റെ വീട്ടിലെ ആ മരത്തിൻ്റെ ചാരി നിന്നിട്ടാണ് ഏഴാം കടലിൻ ഞാൻ വയ്യാതെ നിൽക്കുക, പാതിരാ നേരത്തെ ഷൂട്ടിങ്. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തും. ഇന്ന് സമാധാനമാണ്. കാരണം ഞാൻ ആ ഒരു സംഗതി ഓരോ വീട്ടിൽ പോകുമ്പോൾ സ്നേഹം കിട്ടുന്നു, ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ സ്നേഹം കിട്ടുന്നു. ആൾക്കാർ ഇന്നും നമ്മളെക്കാളും വലിയ പാട്ടുകാരെല്ലാവരും ഉണ്ടായിട്ടും ഇന്നും നമുക്ക് പ്രോഗ്രാംസ് തരുന്നു. കലാഭവൻ മണിച്ചേട്ടനെ പറ്റി 2 ഓർമ്മകൾ രണ്ടേ നിൽക്കത്തില്ലല്ലേ? അത് നിങ്ങൾ ഇതൊരിക്കലും കട്ട് ചെയ്യരുത്. ഞാൻ പറയുന്നത് കലാഭവൻ മണിച്ചേട്ടൻ എന്ന് പറയുന്നത് എന്നെ ഇക്കാന്നും വിളിക്കും, മോനെന്നും വിളിക്കും. ഞാൻ അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവസാനമായിട്ട് വടകര വെള്ളികുളങ്ങര അത്താഫി എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ആ പരിപാടിക്ക് അദ്ദേഹം കുറച്ച് ലേറ്റായിരുന്നു വരാൻ. പരിപാടി മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ 3-4 പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മണിയേട്ടൻ ഓഡിറ്റോറിയത്തിലെത്തുന്നത്. ഈ സമയത്തും ഗ്രീൻ റൂമിലിരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് കട പാട്ട് കണ്ടു കേട്ടോ ഉമ്മയെക്കുറിച്ചുള്ള. നേരം വൈകി വന്ന ടെൻഷനിലും ഒരാൾ അഭിനന്ദിക്കാൻ കാണിച്ച മനസ്സ്. കാരണം അദ്ദേഹം വടകര പയ്യോളി ഏതോ ഹോട്ടലാണ് താമസിച്ചെന്ന് തോന്നുന്നു. അവിടുത്തെ പ്രാദേശിക ചാനലിൽ ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാനും എൻ്റെ പെങ്ങളൊക്കെ അഭിനയിച്ച ഒരു ആൽബം പ്രാദേശിക ചാനലിൽ വരുമല്ലോ, അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പോലും നമ്മളോട് പറഞ്ഞ് അഭിനന്ദിക്കാൻ കാണിച്ച വലിയൊരു മനസ്സ്. പിന്നെ മണിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മണിയേട്ടൻ്റെ കൂടെ ഒന്നായി ഈ പ്രോഗ്രാമിന് മാത്രമല്ല ഒരേ റൂമിൽ ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചും കിടന്നും ഉറങ്ങിയൊക്കെ. മനോജ് മയ്യണ്ണൂർ എന്ന് പറഞ്ഞൊരു വടകരയുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ട്, ബഹ്റൈനിലാണ്. ഒരുപാട് 100-ൽ പരം പ്രോഗ്രാം ഡയറക്ഷൻ ചെയ്ത ആളാണ്. ഇതാണ് ശരിക്കും മണിയേട്ടനായിട്ട് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ മണിയേട്ടനിൽ ഞാൻ കണ്ട വലിയൊരു പ്രത്യേകത, മണിയേട്ടനെ കുറിച്ച് തന്നെ അറിയില്ല. അയാളൊരു സാധാരണക്കാരൻ. അയാളെ കഴിവും ധൈര്യശാലിയുള്ള അഭിനേതാവാണ്, പാട്ടുകാരനാണ്, ഒക്കെയാണ്. പക്ഷേ മണിയേട്ടന് എന്തോ ചെറുപ്പത്തിലെ മണ്ണുമായിട്ട് ചേർന്ന മനസ്സാണ്. ഒരാൾ ഫേമസ് ആയാൽ അയാൾ ഒന്നുകിൽ ചെന്നൈയിൽ അല്ലെ കോടമ്പാക്കം അല്ലെങ്കിൽ എറണാകുളം. മണിയേട്ടൻ ചാലക്കുടി വിട്ടിട്ട് എവിടെയും പോയിട്ടില്ല. മണിയേട്ടൻ ചാലക്കുടിയിലെ പഴയ സ്നേഹിതന്മാരും നാട്ടുകാരും അമ്പലത്തിലെ ഉത്സവവും പുഴയിൽ കുളിക്കാൻ പോകും, മീൻ പിടിക്കാൻ പോകും, നാട്ടുകാരായിട്ടുള്ള ഇങ്ങനെ കളിച്ച് ഇത്രയും പോപ്പുലർ വലിയ ഐശ്വര്യ റായിൻ്റെ കൂടെ രജനീകാന്തിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടും പിന്നെ എന്നും സഹപ്രവർത്തകരെ ചേർത്ത് വെക്കുന്നത്. എന്നോട് എന്താ ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ അടുത്ത് ഫേസ്ബുക്കിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് റൂമിലൊരു ഫോട്ടോ കിട്ടുന്നു. പിന്നെ ഒരുപാട് നന്മകൾ കണ്ടിട്ടുണ്ട്. മണിയേട്ടൻ്റെ കൂടെ പ്രോഗ്രാമിന് പോയാൽ മണിയേട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ മണിയേട്ടൻ ആദ്യം ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ സ്പോൺസേഴ്സിനോട് സഹപ്രവർത്തകർക്ക് റൂമിൽ ഭക്ഷണം എത്തിച്ചോ, അവർ കഴിച്ചോ, അവർക്ക് കൊടുത്തോ, അവരെ തൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിക്കാതെ മണിയേട്ടൻ ഭക്ഷണം കഴിക്കില്ല. പിന്നെ മണിയേട്ടൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് മണിയേട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കുറേ നേരം ഇരുന്നു. ആ സമയത്ത് ബോഡി എത്തിയിട്ടില്ല. ബോഡി വേറെ പ്രദർശിപ്പിക്കാൻ വേറെ സ്ഥലത്തും ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ അങ്കണത്തിൽ. ആ ഇരിക്കുന്ന ഓരോ സ്ഥലത്തുള്ള ആൾക്കാരോട് എന്നെ മനസ്സിലായിട്ടും ഞാനും വെറുതെ ചില ആൾക്കാരോട് നിങ്ങൾ മണിയേട്ടൻ്റെ ആരെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും മണിയേട്ടൻ സഹായിച്ച സഹായങ്ങളാണ് പറയുന്നത്. ഓപ്പറേഷത്തിന് പൈസ കൊടുത്തത്, കൈൻ്റെ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിവർത്താൻ വേണ്ടി, ഇങ്ങനെ ഓരോരുത്തരും പ്രായമുള്ളതും പ്രായമില്ലാത്ത എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇൻ്റർവ്യൂവിലൊന്നും പറയാത്ത കുറേ ആൾക്കാരല്ലേ അദ്ദേഹം പരിചയപ്പെടുത്താത്ത സഹായങ്ങളല്ലേ ഇതെല്ലാം. ഇതൊക്കെ കണ്ട് എനിക്ക് മരിച്ചാൽ പോലും മറക്കാൻ പറ്റാത്ത നമ്മുടെ നാടൻ പ്രയോഗമുണ്ട്. അതേപോലെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാഴ്ച, ഞാൻ ഈ മണിയേട്ടൻ്റെ മൃതശരീരം വെക്കുന്ന സ്കൂൾ അങ്കണത്തിലെത്തി. അവിടെ ഒരു KP-ക്കാരൻ ഒരു പഴയ കാലത്തുള്ള ഒരു നമ്മളെ MGR സ്റ്റൈൽ കണ്ണടയും ഒരു ഖദറിൻ്റെ ജുബ്ബയും ഖദറിൻ്റെ തുണിസഞ്ചിയൊക്കെ തൂക്കി
തോളത്തിട്ട ഒരാളോട് KAP-കാരൻ പോലീസുകാരൻ പറയുന്നത്, ചേട്ടാ നിങ്ങളിവിടെ നിൽക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല, 2 കണ്ണും കാണൂല ജന്മനാൽ ഈ മനുഷ്യന്. അപ്പോൾ ആ സമയത്ത് അവിടെ അധികം ആളൊന്നും എത്തിയിട്ടില്ല. ഞാനൊരു ദിലീപ് എന്ന് പറയുന്നൊരു മണിയേട്ടൻ്റെ നാട്ടിലൊരു ചങ്ങാതിയാണ് എന്നെ അതിൻ്റെ അകത്തേക്ക് കയറ്റുന്നതും പിന്നെ അവരെ സിനിമാ ഫീൽഡിലെ ആൾക്കാരെ കൂടെയൊക്കെ ഞാനുള്ളത്. എന്നെ അവിടെ നിർത്തിച്ച ഇവരാണ്, മണിയേട്ടനായിട്ടുള്ള ബന്ധം അറിയുന്നതുകൊണ്ട്. അപ്പോൾ ഈ പോലീസുകാരനോട് ഈ പ്രായമുള്ള കണ്ണാണാത്ത ആൾ പറയാം, ഞാൻ എൻ്റെ മണിക്കുട്ടനെ ഒരു നോക്ക് കണ്ടിട്ട് പോയിക്കൊള്ളാം. അതെന്ത് നോട്ടാണ്, അതെന്ത് കാഴ്ചയാണ് എന്ന് എനിക്ക് ഇപ്പോഴും തിരിയില്ല. 2 കണ്ണും കാണാത്ത ഒരു പ്രായമുള്ള ആൾ ആ സമയത്ത് മണിയേട്ടൻ്റെ മൃതശരീരം വെക്കേണ്ട ആ ഏരിയ ബെഞ്ചും ഫ്ലവർ എല്ലാം ഇങ്ങനെ ഓരോരുത്തർ വെക്കുകയാണ്. ബോഡി എത്തിയിട്ടില്ല. അത്ര ആൾക്കാർ പുറത്തുണ്ട്. ഇനി ബോഡി എത്തിക്കഴിഞ്ഞാൽ സന്ദർശകർക്ക് മൃതശരീരം കാണാൻ വരുന്ന ആൾക്കാരെ തിരക്കെന്തായിരിക്കും പോലീസുകാരൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എങ്ങനെയോ ഇതിൻ്റെ അകത്ത് കയറിയ ഈ കണ്ണ് കാണാത്ത ആളോട് ആ KAP-കാരൻ പറയുന്നത്, ചേട്ടായും കൂടെ നിൽക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നോക്കാനൊന്നും ആരുണ്ടല്ലോ, നിങ്ങൾ പുറത്തെവിടെയും പോയിക്കോ. അന്നേരം മനുഷ്യൻ പറയാണ്, എൻ്റെ മണിക്കുട്ടനെ ഞാനൊരു നോക്ക് കണ്ടിട്ട് പോയിക്കോളാം. അങ്ങനെ അകക്കണ്ണുകൊണ്ട് കണ്ടിട്ടെങ്കിലും തൃപ്തി വരാൻ മാത്രം ഒരു മണിയേട്ടൻ എന്ന് പറയുന്ന മരിച്ചു കിടക്കുന്ന ശരീരത്തിനെ അകക്കണ്ണുകൊണ്ട് കണ്ടാലെങ്കിലും തൃപ്തിയാവുമെങ്കിൽ ആ മണിയേട്ടൻ എന്തായിരിക്കും? അതെ, ആ മണിയേട്ടൻ്റെ കൂടെ കിടക്കാനും ഉറങ്ങാനും പാടാനും എന്തെങ്കിലും ഉപദേശങ്ങൾ വല്ലവയ്ക്ക് തന്നിട്ടുണ്ടോ ഒരു കലാകാരനായതുകൊണ്ട് തന്നെ? അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമ്മൾ മാതൃകയാക്കി. അതെ, ഇങ്ങനെ എല്ലാ ഭാഗവും അല്ലെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള പവർ, ഒരു കലാകാരൻ എന്നുള്ള എനർജി, ഇപ്പോൾ സഹപ്രവർത്തകരോടും കൂട്ടുകാരോടും കാണിക്കുന്ന ചേർത്ത് വെപ്പ്, പിന്നെ ആരോടും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന രീതി, പിന്നെ എപ്പോഴും അദ്ദേഹത്തെ അലട്ടിയിരുന്നത് അദ്ദേഹത്തെ ചില ആർട്ടിസ്റ്റുകളൊക്കെ ജാതിയുടെ പേരിലൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന്, കളറിൻ്റെ പേര്, അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സങ്കടത്തോടെ പറയാറുണ്ട് ഇരുന്ന് കൂട്ടുകാരോട്. എൻ്റെ അടുത്തല്ല, ഇങ്ങനെ പറയുമ്പോൾ. പക്ഷെ അതിനൊക്കെ മൂപ്പര കർമ്മത്തിൽ കൂടി, വർക്കിൽ കൂടി. എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗുണ്ട് ചാലക്കുടിയിൽ അദ്ദേഹം മരിച്ച സമയത്ത് അനുസ്മരണ പരിപാടിയിൽ, ഒരുപക്ഷെ മണിയപ്പൽ അഭിനയിക്കാൻ എന്നെ കൊണ്ടൊന്നാവില്ല. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോയില്ലേ, ലാലേട്ടനും മമ്മൂക്കൊന്നും പറ്റാത്ത ചില ഏരിയയിൽ കൂടി, അഭിനയത്തിൻ്റെ ഏരിയയിൽ കൂടി മണിയേട്ടൻ കടന്നു പോയിട്ടില്ലേ. അങ്ങനത്തെ വലിയൊരു നടനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ എനിക്കൊരു ഇടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഒരു കൂട്ടുകാരൻ്റെ മണിക്കുട്ടന് വേണ്ടി 2 പേർക്ക് പാടാവോ? 2 വരി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. ഓക്കെ, ഇക്ക വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇക്ക വീട്ടിൽ പെങ്ങള്, മക്കൾ. എനിക്ക് 5 സഹോദരിമാരാണ്, 2 ജ്യേഷ്ഠന്മാരും. അതിൽ ഇപ്പം ഞാൻ താമസിക്കുന്ന വടകര ഇരിങ്ങൽ കോട്ടക്കലിൽ എൻ്റെ 3 സഹോദരിമാർ. ഇപ്പം ഞാൻ നമ്മുടെ റിയൽ ലൈഫിലെ ഫാത്തിമയോ? ഭാര്യ റിയൽ ലൈഫിലെ ഫാത്തിമ. സത്യം ഇന്നിവിടെ വേണ്ടിയിരുന്നതാണ്, പക്ഷേ റംസാൻ ലാസ്റ്റ് സമയമല്ലേ, അപ്പോൾ തറവാട്ടിലൊക്കെ പോയതാണ്, ഞങ്ങളൊക്കെ പോയതാണ്. ഇക്ക ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചു, ഒരുപാട് സംസാരിച്ചു. ഞാൻ ഇത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ക്രോഡീകരിച്ച് സംസാരിക്കുന്നൊന്നും എൻ്റെ ഉള്ളിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. എൻ്റെ പോരായ്മയായിരിക്കും, എന്നെ മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എൻ്റെ പോരായ്മയായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളിൽ, എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ സദ്യം ക്ഷമിച്ചു തരാം. നിങ്ങളാൽ ജീവിച്ചു വന്ന ചെറിയൊരു കലാകാരനാണ്. പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് സദ്യം ക്ഷമിച്ചു തരാം. ഇക്ക മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.